UEFA സൂപ്പർ കപ്പ് അങ്ങനെ PSG തുടർച്ചയായി രണ്ടാം തവണ സ്വന്തമാക്കിയിരിക്കുന്ന ആസ്റ്റൺ വില്ലയെ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു PSG പരാജയപ്പെടുത്തിയത്. ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ PSG ഒരു ഹൈ പ്രസ്സിംഗ് ഗെയിം, ഒരു കഴിഞ്ഞ സീസണിലെല്ലാം അവർ കളിച്ചിരുന്ന ഒരു ഹൈ പ്രസ്സിംഗ് ബോൾ പൊസിഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ടല്ലോ, ആ ഒരു ഗെയിം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ബോൾ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്താൽ ഒരു 2-3 ടച്ച് എടുത്ത് പാസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് PSG സംബന്ധിച്ച് ഈസിയാണ്. അവർ ഹൈ പ്രസ്സിങ്ങിലൂടെ ബോൾ എടുത്തിട്ട് പിന്നെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ ആസ്റ്റൺ വില്ലയുടെ കോച്ചായിട്ടുള്ള ഉനൈ എമറി ടീമിനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. 1 ടച്ച് പാസുകളായിരുന്നു ആസ്റ്റൺ വില്ല ഈ മത്സരത്തിൽ ഭൂരിഭാഗം ചെയ്തിരുന്നത്. എന്നാൽ ആസ്റ്റൺ വില്ലയുടെ പ്ലേയേഴ്സിൻ്റെ ഒരു നിലവാരമൊക്കെ വെച്ചിട്ട് അവർ 1 ടച്ച് പാസുകൾ പലതവണയും മിസ്സായി അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള PSG വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ച് എൻ്റെ റണ്ണം നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് 2 ടീമിനും ബോക്സിനകത്തേക്കൊന്നും വരാൻ പറ്റുന്നില്ലായിരുന്നു. ബോക്സിൻ്റെ വെളിയിൽ നിന്നൊക്കെ ഉള്ള ഒരു ട്രൈകളൊക്കെ ആയിരുന്നു കാണാൻ പറ്റിയിരുന്നത്. അതിനുശേഷം PSG ബോക്സിനകത്ത് കയറി ആദ്യത്തെ ആ ഒരു ഗോൾ 2-3 അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷം അവരുടെ കിച്ചാ ക്വറസ്കേലയുടെ ഒരു ഗോൾ വന്നു. കിടിലൻ ഗോളായിരുന്നു. അതായത് നമ്മൾ ഒരു ട്രേഡ് മാർക്ക് സാധനം എന്നൊക്കെ പറയത്തില്ല, അതാണ് സംഭവം. കിച്ചാ ക്വറസ്കേല കുറേ മാച്ചിൽ ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്ലെയർ ഫ്രണ്ടിൽ കാണും, കട്ട് ചെയ്തിട്ട് ടപ്പ് ചെയ്യുന്നൊരടി അത് ഗോളാകും. അത് കുറേ തവണ നമ്മൾ കണ്ടിട്ടുള്ള പരിപാടിയാണ്. അത് തന്നെയാണ് ഈ ഒരു മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ഗോൾ വന്നു. അതിനുശേഷം PSG മുകളിൽ വലിയൊരു ആധിപത്യം പുലർത്താൻ ആസ്റ്റൺ വില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഒരു 10-15 മിനിറ്റ് ആസ്റ്റൺ വില്ല തുരുതുരാന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹെഡറുകൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മൊമെൻറ്റ്സിന് ശേഷമാണ് ആദ്യ മുതൽ അവസാന മിനിറ്റിൽ ആ ഒരു ഗോൾ വരുന്നത്. മൊജോ എന്ന് പറയുന്ന ഒരു വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1-1 സമനിലയിൽ ആദ്യ പകുതി അവസാനിച്ചു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഈ ആസ്റ്റൺ വില്ലയുടെ ഒരു നല്ല ഗെയിമാണ് സ്റ്റാർട്ടിങ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ 61 മിനിറ്റ് ആകുന്ന സമയത്ത് ദുബൈക്ക് ആ ഒരു ഉസ്മാൻ ഡെംബലെ നൽകിയൊരു കിടിലൻ പാസ് ആളെടുത്തുകൊണ്ട് പോയി അത് സ്കോർ ചെയ്തു. ആദ്യം അത് ഓഫ് സൈഡ് ആണ് തോന്നിച്ചെങ്കിലും പിന്നീട് അത് ഓഫ് സൈഡ് അല്ല എന്നത് VAR ചെക്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുകയായിരുന്നു. ഒരു കിടിലനായിട്ടുള്ളൊരു ഗെയിം. പിന്നീട് അങ്ങോട്ട് 2 ടീമുകളും നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. 2 ടീമുകളും നന്നായിട്ട് കുറേ പാസസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗെയിമുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ്, അതായത് യൂറോപ്യൻ സീസണിലെ ഫസ്റ്റത്തെ മാച്ചായിരുന്നു. അത് ഒരു കിടിലൻ കളിയായിരുന്നു. ഒരു വേറെ ലെവൽ പെർഫോമൻസ് 2 ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ല കഴിഞ്ഞ സീസണിലെ ഈ ഒരു പ്രീമിയർ ലീഗിൽ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. സ്റ്റിൽ ഈ സീസണിൽ അവർ ടോപ്പിൽ കാണുമെന്നത് ഈ ഒരു മാച്ച് കണ്ട ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അവരുടെ ഫിനിഷിങ് അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ലെവൽ ഒരു പെർഫോമൻസ് ഈ സീസണിൽ നടത്താൻ പറ്റും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക.